ചോദിക്കുന്ന ഏതൊരു ചോദ്യത്തിനും ഉത്തരം തരുന്ന ദുരൂഹമായ ബോർഡ്. ആത്മാക്കളോട് ആശയവിനിമയം നടത്താൻ മനുഷ്യർ കണ്ടെത്തിയ ഒരു മാർഗം. ആത്മാക്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ച 90% ആളുകൾക്കും മറുപടി കൊടുക്കുന്ന ഓജോ ബോർഡിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. തെറ്റിദ്ധാരണകളുടെ ഒരു കലവറ തന്നെയാണ് ഓജോ ബോർഡുകൾ. പേര് ഉച്ചരിക്കുന്നത് തന്നെ തെറ്റിച്ചാണ്. OUIJA എന്ന് ഇംഗ്ലീഷിൽ എഴുതുന്ന ഇത് വായിക്കുന്നത് വീജ എന്നാണ്. പറയാൻ എളുപ്പത്തിനാവാം ഓജോ അല്ലെങ്കിൽ ഓജ എന്നീ പേരുകൾ പറയുന്നത്. പുരാതന ഈജിപ്തിൽ ഗുഡ് ലക്ക് എന്നാണ് ഇതിന് അർത്ഥം. സ്പിരിറ്റ് ബോർഡ് അല്ലെങ്കിൽ ടോക്കിംഗ് ബോർഡ് എന്നീ പേരുകളിലും ഇവ അറിയപ്പെടാറുണ്ട്. 28.9 സെന്റിമീറ്റർ വീതി, ഒരു ദീർഘ ചതുരാകൃതിയിലുള്ള പേപ്പറിലോ തടിപ്പലകയിലോ എഴുതിയ ഇംഗ്ലീഷ് അക്ഷരമാലയും 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളും ഹലോ, ഗുഡ് ബൈ എന്നീ വാക്കുകളും അടങ്ങിയ ഒരു വസ്തുവിനെയാണ് ഓജോ ബോർഡ് എന്ന് വിളിക്കുന്നത്. ഹൃദയാകൃതിയിലുള്ള പ്ലാൻചെറ്റ് അല്ലെങ്കിൽ കോയിൻ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. AD 1100-കളിൽ ചൈനയിലാണ് ആദ്യമായി ഇതുപോലുള്ള സൈക്കോഗ്രാഫ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് മെത്തേഡ്, അതായത് ബോധപൂർവം എഴുതാതെ തന്നെ എഴുതപ്പെട്ട വാക്കുകൾ നിർമ്മിക്കാൻ ഒരു വ്യക്തിയെ അനുവദിക്കുന്ന ഒരു പ്രഖ്യാപിതമായ മാനസിക കഴിവ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓജോ ബോർഡിന് സമാനമായ ബോർഡുകൾ കണ്ടെത്തുന്നത്. ഇതിനെ ഫ്യൂജി അല്ലെങ്കിൽ പ്ലാൻചെറ്റ് റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. പ്രധാനമായും മരിച്ചുപോയവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടാനാണ് ഇവർ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ പല ആചാരങ്ങളുടെ ഭാഗമായും ഇത് ഉപയോഗിച്ചിരുന്നു. എന്നാൽ 1636-ൽ കിങ് രാജവംശം ഇതിനെ തടയുകയും ചെയ്തു. എന്നാൽ ഇതുപോലെ സൈക്കോഗ്രാഫ് ഉപയോഗിച്ചുള്ള ബോർഡ് വിദ്യകൾ പുരാതന ഇന്ത്യ, ഗ്രീസ്, റോം പിന്നെ മധ്യ യൂറോപ്യൻ രാജ്യങ്ങളിലും നടന്നിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു. മരിച്ചവരുടെ ആത്മാക്കളുമായി ആശയവിനിമയം നടത്താനാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ആത്മീയവാദികളുടെ ഒരു കൂട്ടമാണ് 1886-ൽ ഒഹായോയിൽ വെച്ച് ഇന്ന് നമ്മൾ കാണുന്ന ഓജോ ബോർഡിന് സമാന രൂപത്തിലുള്ള ടോക്കിംഗ് ബോർഡുകൾ ഉപയോഗിച്ച് ആത്മാക്കളുമായി ആശയവിനിമയം നടത്താൻ ശ്രമിച്ചത്. എന്നാൽ അതുവരെ ഗെയിം പാർലറുകളിലും മറ്റ് നിഗൂഢമായ സ്ഥലങ്ങളിലും മാത്രം നിറഞ്ഞു നിന്നിരുന്ന ഓജോ ബോർഡിനെ പേർലെനോൽ എന്ന ആത്മീയവാദി 1-ാം ലോക മഹായുദ്ധത്തിൽ ആളുകൾക്കിടയിൽ വിശ്വാസ ഭിന്നത വരുത്താനുള്ള ഒരു ആയുധമായി ഇതിനെ ഉപയോഗിച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന ടോക്കിംഗ് ബോർഡുകളെ പോലെ തന്നെ പുതിയ രീതിയിൽ ഒരു ബോർഡ് നിർമ്മിച്ച് വാണിജ്യപരമായി സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അമേരിക്കയിലെ വക്കീലും ബിസിനസ്മാനുമായ എവിദeyum തീരുമാനിക്കുകയും 1890 മെയ് 28-ന് ഇദ്ദേഹത്തിന്റെ ടോക്കിംഗ് ബോർഡിനായുള്ള പേറ്റന്റിന് അപേക്ഷിക്കുകയും പിന്നീട് 1891 ഫെബ്രുവരി 10-ന് ഇദ്ദേഹത്തിന് തന്നെ പേറ്റന്റ് ലഭിക്കുകയും ചെയ്തു. എവിദeyum ജീവനക്കാരനായ വില്യം ഫുൾഡ് 1901-ൽ ടോക്കിംഗ് ബോർഡിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുകയും പിന്നീട് ഈ ബോർഡുകൾക്ക് ചില മാറ്റങ്ങൾ വരുത്തി തന്റേതായ ബോർഡുകൾ നിർമ്മിക്കാനും തുടങ്ങി. ഇദ്ദേഹമാണ് വീജ എന്ന പേര് ഇതിന് നൽകിയത്. വീജ എന്നാൽ പുരാതന ഈജിപ്തിൽ ഗുഡ് ലക്ക് എന്നാണ് അർത്ഥം. എന്നാൽ എസ് എന്നതിന്റെ ഫ്രഞ്ച്, ജർമ്മൻ പദങ്ങളുടെ സംയോജനത്തിൽ നിന്നാണ് ഈ പേരുവയ്ക്ക് ലഭിച്ചതെന്നാണ് പുറംലോകം അറിയാൻ തുടങ്ങിയത്. 1920-ന് ശേഷം ഓജോ ബോർഡ് ജനപ്രിയമായി മാറിയതുകൊണ്ട് തന്നെ ഫുൾഡ് എന്നത് ഓജോ ബോർഡിന് പര്യായമായി മാറി തുടങ്ങി. ആത്മാക്കളാണ് ഓജോ ബോർഡിൽ കോയിൻ ചലിപ്പിക്കുന്നതെന്ന് ഭൂരിഭാഗം പേരും അന്നും ഇന്നും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരൂഹമായ ബോർഡിനെ പറ്റി പലതരത്തിലുള്ള പഠനങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ 1853-ൽ മൈക്കിൾ ഫാരഡെയാണ് ഇതിനു പിന്നിലെ രഹസ്യം ശാസ്ത്രീയമായി വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഇദ്ദേഹം ഇതിനെ ടേബിൾ ടേണിംഗ് അല്ലെങ്കിൽ ടേബിൾ ടാപ്പിംഗ് വിദ്യയുമായി ഉപമിച്ചു. ടേബിൾ ടേണിംഗ് എന്നത് ഓജോ ബോർഡിന് സമാനമായ ആത്മാക്കളോട് ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരു വിദ്യയാണ്. സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന വസ്തുവിൽ ആളുകൾ തങ്ങളുടെ കൈകൾ കൊണ്ട് സ്പർശിക്കുകയും പതിയെ ആത്മാക്കളെ വരവേൽക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഈ ഉപകരണത്തിന് ചലനമുണ്ടാകുകയും വാക്കുകൾ നിർമ്മിക്കാനും തുടങ്ങും. ഈ വാക്കുകൾ കൂട്ടി യോജിപ്പിച്ചാണ് ഈ വിദ്യയിലൂടെ ആത്മാക്കളുടെ അടുത്ത് ഇവർ ആശയവിനിമയം നടത്തുന്നത്. സത്യത്തിൽ ടേബിൾ ടേണിങ്ങും ഓജോ ബോർഡും ഇഡിയോമോട്ടർ റെസ്പോൺസിന്റെ ഫലമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പിന്നീട് തെളിയിക്കുകയും ചെയ്തു. ഇഡിയോമോട്ടർ റെസ്പോൺസ് അല്ലെങ്കിൽ ഇഡിയോമോട്ടർ റിഫ്ലെക്സ് എന്ന് പറയുന്നത് നമ്മുടെ അബോധ മനസ്സിലുള്ള കാര്യങ്ങൾ ബോധ മനസ്സറിയാതെ തന്നെ പുറത്തു വരുന്നതിലുണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ഉദാഹരണത്തിന് ഭൂമിക്കടിയിൽ വെള്ളമുണ്ടോ എന്നറിയാൻ തേങ്ങ, മുട്ട പോലുള്ള വസ്തുക്കൾ കയ്യിൽ വെച്ച് നടക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടു കാണും. ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഇവർ പോലും അറിയാതെ തന്നെ ഇവരുടെ അബോധ മനസ്സ് ഇതിനെ ഉയർത്തുന്നു. ഈ വിദ്യ പല മീഡിയത്തിലൂടെ നിങ്ങൾ കണ്ടു കാണും. ഇതിന് കാരണം ഇഡിയോമോട്ടർ റെസ്പോൺസ് ആണ്. ലോകത്തുള്ള ഭൂരിഭാഗം പേരും ഇഡിയോമോട്ടർ റെസ്പോൺസ് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. എന്നാൽ ഇതവർ അറിയുന്നില്ലെന്ന് മാത്രം. 2012-ൽ ഇതിനെപ്പറ്റി അമേരിക്കയിൽ നടന്ന പഠനങ്ങളിലൊന്നിനെ പറ്റി വിശദീകരിക്കാം. ശാന്തമായ റൂമിൽ കുറച്ച് വിദ്യാർത്ഥികളെ കൊണ്ട് ഓജോ ബോർഡ് കളിപ്പിക്കുകയുണ്ടായി. ഇതിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോയിൻ അനങ്ങുകയും വിദ്യാർത്ഥികളിൽ ഒരാളുടെ മരിച്ചുപോയ മുത്തച്ഛനുമായി സംസാരിക്കുകയും ചെയ്തു. ഇതിൽ അദ്ദേഹത്തിന്റെ പേരും എങ്ങനെയാണ് മരിച്ചതെന്ന വിവരവും കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞു. രണ്ടാമത് വീണ്ടും ഇതുപോലെ ഓജോ ബോർഡിൽ കളിക്കുകയുണ്ടായി.
എന്നാൽ ഇപ്രാവശ്യം ഇവരുടെ കണ്ണുകൾ കെട്ടിയ നിലയിലായിരുന്നു. ഇപ്രാവശ്യവും കോയിൻ അനങ്ങുകയുണ്ടായി. എന്നാൽ കൃത്യമായ വാക്കുകളൊന്നും തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇതുപോലെ പലരിലും നടന്ന പഠനങ്ങളിൽ സമാനമായ റിസൾട്ടാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് അബോധ മനസ്സിന്റെ കളികളാണെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞു. കണ്ണുകൾ മൂടും മുമ്പ് ഇവർക്ക് അക്ഷരങ്ങൾ കാണാനും വാക്കുകൾ ഉണ്ടാക്കാനും കഴിഞ്ഞിരുന്നു. കളിക്കുന്ന ആളുകളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആത്മാക്കളായിരിക്കും മിക്കവാറും എല്ലാ പ്രാവശ്യവും വരുന്നത്. കൂടാതെ മരിച്ചവരെ പറ്റിയുള്ള എല്ലാ വിവരവും കൂട്ടത്തിലുള്ള ആൾക്ക് അറിയാമെന്നതും ഒരു വസ്തുതയാണ്. 1921 1927 സമാനമായ പഠനങ്ങൾ നടത്തുകയും ഇതേ ഉത്തരം തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 1921 പഠനത്തിൽ പൂർണ്ണമായും തള്ളിക്കളയാനാകാത്ത എന്നാൽ പൂർണ്ണമായും ശരി മാത്രം പറയുന്ന ഒരു നിഗൂഢമായ ബോർഡെന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ബൈ ബൈ.